പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഖുറാനും ഹദീസൊക്കെ ഓതി കൊടുക്കുന്ന ഒരു ഉസ്താദിന്റെ വീട്ടിലാണുള്ളത്. ഈ വീട്ടിലാണ് ഉസ്താദ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദും കുട്ടികളും 3 കുട്ടികളും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം മുമ്പ് ഈ റഫീഖ, ആലത്തൂരിനടുത്ത് തോണിപ്പാടത്തുള്ള റഫീഖ നമ്മുടെ വീട്ടിൽ വരികയും ഈ സംഭവത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തപ്പോൾ ചില സന്മനസ്സുള്ള നമ്മുടെ വാട്സപ്പിലെ കോണ്ടാക്റ്റുകൾക്കൊക്കെ നമ്മൾ ഇവരുടെ ഈ അവസ്ഥയെക്കുറിച്ച് പുറം ലോകത്തോട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈവിലൂടെയൊന്നുമല്ല, വെറുതെ ഇവരുടെ കാര്യങ്ങൾ അറിയിച്ചത് പ്രകാരം. അപ്പോൾ ഉസ്താദിന് നന്ദി പറയാനുണ്ട്, ഉസ്താദിനൊരു ചെറിയ ദുആ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഉസ്താദിനെ അതിനു വേണ്ടി കാണിക്കാം. അസ്സലാമു അലൈക്കും. നിങ്ങൾ തന്ന സുഖക്കേടൊക്കെ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു വീട് നിങ്ങളെല്ലാവരും നൽകിയതിൽ അല്ലാഹു തആലക്ക് ഞാൻ ആദ്യമായി സ്തുതിച്ചുകൊള്ളുന്നു. ഇതിലേക്ക് സ്വതക്ക തന്ന ആരൊക്കെയുണ്ടോ അവർക്ക് അല്ലാഹു തആല ഇഹത്തിലും പരത്തിലും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ. നാളെ ആ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ ഇത് ഈ സ്വതക്ക കാരണമാക്കട്ടെ. ആമീൻ. അള്ളാഹു തആല നമ്മെ എല്ലാവരും യഥാർത്ഥ മുത്തഖീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളും ദുആ ചെയ്യുക, ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പോ ഈ കാര്യം ഞാനിപ്പോ ഇവിടെ അവതരിപ്പിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കല്ലേപ്പാടത്ത് ഉള്ള, അതായത് കല്ലേപ്പാടം ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ, പഴയന്നൂർ പഞ്ചായത്തില് കല്ലേപ്പാടത്ത് തൊട്ടിരിക്കുന്ന സഹോദരൻ, ആ സഹോദരന്റെ വീട് പണിയിൽ കൂടി ആർക്കെങ്കിലും, അതിന് ഞാൻ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളൊന്നും വെക്കില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ സഹായം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞ പഴയന്നൂർ പഞ്ചായത്തിലെ കല്ലേപ്പാടം ബദരിയ ജുമാ മസ്ജിദിന്റെ പുറകിലുള്ള സഹോദരന്റെ ആ ഒരു വീടാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ഉമർ ഉസ്താദിന്റെ വീടിന്റെ കാര്യം ഏറ്റെടുത്തതുപോലെ 100% അർഹതപ്പെട്ട ഒരു സഹായത്തിന് അർഹതപ്പെട്ട ഒരു സഹോദരനാണ്. ഈ സഹോദരന്റെ പേരോ ആ സഹോദരനെയോ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കല്ലേപ്പാടം മഹലിലെ ബദരിയ ജുമാ മസ്ജിദിലെ ഇമാം നമ്മുടെ അബ്ദുള്ള ഉസ്താദാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഈ അബ്ദുള്ള ഉസ്താദിന്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ടുള്ള സംശയങ്ങളും അതുപോലെ ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ 1.25 ലക്ഷം രൂപ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഈ എമൗണ്ട് വരുന്നത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഉസ്താദ് ചെയ്യും. ഉസ്താദിന്റെ നമ്പർ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു 1.25 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം എന്റെ അഭിപ്രായത്തിൽ ഇത് വാർത്ത് ടൈലൊന്നും ഇടണ്ട, നമുക്ക് അടിയിൽ ചാന്തൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം മഴ കൊള്ളാതെ കയറി താമസിക്കത്തക്ക രീതിയിലുള്ള ഒരു വീട് ഇൻഷാ അല്ലാഹ് ഇവർക്ക് റെഡിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനെ ഇവിടെ വിളിച്ചു വരുത്തി ഉസ്താദിനെയും കൂടി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. വീട് നിങ്ങൾ ഓൾറെഡി കണ്ടു, വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയ 800 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി 2 കൊല്ലത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷം അതിന്ന് കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ മുന്നോട്ട് വെച്ചത്. ആദ്യം തന്നെ ഒരു വീടിന്റെ റിക്വസ്റ്റുമായിട്ട് ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ഫോമും കാര്യങ്ങളും പഞ്ചായത്തും വില്ലേജും ഒക്കെയുമായി നടന്ന് 1, 2, 3 കൊല്ലം കഴിഞ്ഞ് അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ പേര് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ സദക്ക ചെയ്യാത്ത രീതിയിൽ സദക്കയുടെ ഒരു പുണ്യം കിട്ടത്തക്ക രീതിയിൽ ചെയ്യുന്ന കുറെ നന്മ നിറഞ്ഞ മനുഷ്യർക്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വീടുകൾ കയറുന്നത്. അപ്പോൾ ഉസ്താദിനെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഉസ്താദ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കല്ലേപ്പാടം മഹലിൽ താമസിക്കുന്ന സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വളരെ ഒരു സാധു മനുഷ്യനാണ്. കൂലിപ്പണിയെടുത്ത് നിത്യജീവിതം കഴിയുന്ന ഒരു സഹോദരനാണ്. ഹക്കീം സാഹിബ് പറഞ്ഞതുപോലെ അദ്ദേഹം നിങ്ങളുടെ സഹായത്തിന് അർഹനാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോസ് നിങ്ങളിലേക്ക്
ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ, നേരത്തെ ഹക്കീം സാഹിബ് പറഞ്ഞതുപോലെ നല്ല മനസ്സിൻ്റെ ധർമ്മം ചെയ്യുന്നതിൻ്റെ മഹത്വം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമകൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈ സഹോദരൻ്റെ വീട് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. പബ്ലിക്കിന്റെ പിരിവുകൾ എടുക്കാതെ തുടർച്ചയായി ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സയും വീടുപണികളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് തുടർച്ചയായി പറയുന്ന ഞാൻ ഏകദേശം ഇവർ 3-3.5 വർഷം ഗവൺമെന്റിന്റെ പിന്നാലെ നടന്ന് അവർക്ക് വീട് കിട്ടാതെയായി എന്നുള്ള അവസ്ഥ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ആക്ഷൻ എടുത്തത്. അതുപോലെ തന്നെ എന്റെ വീഡിയോയിൽ എന്നെ സഹായം ചോദിച്ചു വിളിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാറുള്ളത്, വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയുമുള്ള അധികാരികളുമായിട്ടും നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് ലെറ്റർ അയച്ചുകൊണ്ട്, എഴുത്തയച്ചുകൊണ്ട് ഈ വിവരങ്ങൾ അറിയിച്ചതിന് ശേഷം എന്റെ അടുത്ത് വന്നാൽ മതി എന്നാണ് അറിയിക്കാറ്. അങ്ങനെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ എഴുത്തെഴുതുമ്പോൾ പോലും ഒരു എഴുത്ത് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഈ അധികാരികളോ ഈ ഗവൺമെന്റ് സംവിധാനങ്ങളിലുള്ള ഈ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സത്യമത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ചില വാർഡ് മെമ്പർമാരൊക്കെ ആ ലെറ്റർ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുമ്പോൾ അത് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഞാൻ ഇനിയും കൂടുതൽ വീഡിയോയുമായിട്ട് ഇതുമായിട്ട് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത് കണ്ട വീഡിയോയിലും ഇതുപോലെ തന്നെ പദ്ധതികളിലൊന്നും കഴിയാതെ 2-3 കൊല്ലമായിട്ട് തറപ്പണി കഴിഞ്ഞിട്ട് മഴവെള്ളത്തിന് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ 2-3 പെൺമക്കളെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ശാരീരിക വൈകല്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ട് അധ്വാനിച്ചൊരു ഇങ്ങനത്തെ ഒരു വീട് പണിയാൻ കഴിയാത്ത പാവങ്ങളാണുള്ളത്. അതുകൊണ്ട് എന്റെ പൊതുസമൂഹം ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ഇവരെ സഹായിക്കുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. മാസം വെയിറ്റ് ചെയ്തിട്ടും കിട്ടാണ്ടായപ്പോഴാണ് മൂന്ന് പേർക്ക് പാസ്സായി. 3 പേർക്ക് പാസ്സായി. അത് ഒരാൾ ഞാനായിരുന്നു, എനിക്ക് പാസ്സായിരുന്നു. അതിനിപ്പോ നമ്മളിന്ന് പാർട്ടി കൂടെ നടക്കാണ്ടാണ് എന്താണെന്നറിയില്ല. ആളാണെങ്കിൽ ഉസ്താദായിട്ട് പോവുകയല്ലേ, നമുക്ക് എപ്പോഴും അതിന്റെ കൂടെ ഇതാണ്. എന്നിട്ട് എല്ലാ കടലാസും ഞങ്ങൾ ഉണ്ടാക്കി. എത്ര പ്രാവശ്യം ഗവൺമെന്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങി? അല്ല, എത്ര വട്ടം. എന്നിട്ട് ചേലക്കര പോയി അത് ഉണ്ടാക്കി, എന്നിട്ട് അത് കൊടുത്തിട്ട് അയാൾ അംഗീകരിച്ചിട്ടാണ്. ഈ പഞ്ചായത്തില് ചേലക്കര പഞ്ചായത്തിന് അവിടുത്തെ നോട്ടീസ് അയച്ചു കൊടുത്തു, റേഷൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. റേഷൻ കാർഡില് സർട്ടിഫിക്കറ്റും കാണിച്ചു. അത് നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വേണ്ടത് തന്നിരിക്കും. ഞാൻ 2-3 പ്രാവശ്യം പഞ്ചായത്തിൽ ആവശ്യമില്ല ആ പേപ്പർ റെഡിയാക്കിയാണ്. അപ്പൊ ഏകദേശം 3 വർഷത്തോളം ഗവൺമെന്റിന്റെ പിന്നാലെ നടക്കാണ്ട് ആണ് പിന്നെ നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പ് ലൈവ് ഇട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ടാവും, ഇപ്പം അത്രയധികം കേസുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ പാർട്ടിയുടെ അനുഭവമുള്ള ആൾക്കാർക്ക് അവർ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്യാം. വടി പിടിക്കാനും നിൽക്കുന്നവർ ആദ്യം നോക്കണല്ലോ, അല്ലെങ്കിൽ അവരുടെ വോട്ട് പോകില്ലേ. അതൊരു കാര്യമാണ്. ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും ഈ വീടിനെ മറച്ചു വിട്ടിട്ടുണ്ട്. ലിസ്റ്റ് ഞാൻ കണ്ടു. ലിസ്റ്റിൽ പേരുണ്ടോ തറയിട്ടോളും കൊണ്ട് ഞങ്ങൾക്ക് അടമൊക്കെ മേടിച്ച് ഞങ്ങൾ തറയിട്ടത്. തറയിട്ടിട്ട് അവിടെ പോയി ഇതാണ് ഒരു നിസ്സാര കാര്യം കൊണ്ട് എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കാൻ വന്ന് വീട്ടിൽ വന്ന് നോക്കാൻ വന്നപ്പോഴാണ് പെങ്ങളുടെ പേരുണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിസ്സാര കാര്യം കൊണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ വിഷയമാണ്. കാരണം അർഹതപ്പെട്ടവന് കിട്ടില്ല. അവൻ എന്തെങ്കിലും പാർട്ടി സ്വാധീനമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലാണ് അവന് കിട്ടുള്ളൂ. അതിപ്പോ അവന് എന്ത് വേണേലും ചെയ്യാം. അവന് പാടത്ത് വീട് പണിയാം, അവന് ഇപ്പൊ അല്ലെ ഇലക്ഷൻ ആയിട്ട് ആൾക്കാർ അത് ഇലക്ഷൻ സമയത്ത് ഈ രാജ്യം മുഴുവൻ ഈ മതിലിൽ എഴുതുന്നുണ്ടല്ലോ, അതേപോലെ ഈ കൊടിയും തോരണങ്ങളും വെക്കുന്നുണ്ടല്ലോ. ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 പാവപ്പെട്ടവന് വീട് പണി കൊടുക്കാം. അതവര് ചെയ്യില്ലല്ലോ. എല്ലായിടത്തും വിജയിപ്പിക്കുക എന്നുള്ള ഒരു മതിലിൽ എഴുതണമെങ്കിൽ 6000 റുപ്യ കൊടുക്കണം. അങ്ങനെ ഒരു പാലക്കാട് ടൗണിൽ തന്നെ എഴുതണമെങ്കിൽ ചിലപ്പോൾ കോടിക്കണക്കിന് റുപ്യ വേണം. ഇപ്പൊ ഈ തൃശ്ശൂർ മുതൽ പഴയന്നൂർ വരെ ഈ മതിലുകളിലുള്ള മതിലിൽ എഴുതിയ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പാവപ്പെട്ടവന്റെ വീട് പണി